അറേബ്യൻ ഡിഷസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. നമുക്ക് ബീഫ് കൊണ്ടൊരു മധൂത്ത് ഉണ്ടാക്കിയാലോ. കുക്കറിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു സവാള ചേർക്കുക. ഒന്ന് ചെറുതായി വാടിയതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പൊടിയാക്കി അരിഞ്ഞ ക്യാപ്സിക്കം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് സ്പൈസസ് ഇടാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഇളക്കുക. എന്നിട്ട് നമുക്ക് അതിലോട്ട് അറബിക് മസാല ഇടാം. ഞാൻ മെഷർമെൻറ്റ്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയതിന് ശേഷം വലിയൊരു തക്കാളി മിക്സിയിലിട്ട് അടിച്ചൊഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് തക്കാളി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. തക്കാളി വെന്തതിന് ശേഷം നമുക്ക് നല്ല നെയ്യോട് കൂടിയിട്ടുള്ള ബീഫ് ഇടാം. റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നെയ്യോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെ എടുത്തത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് നമുക്ക് വിസിൽ വരുത്താം. ഞാനൊരു 6 വിസിലാണ് കേട്ടോ വരുത്തിയത്. ബീഫ് വെന്തതിന് ശേഷം അതിന് ബീഫ് മാറ്റി വയ്ക്കാം. ബീഫിൻ്റെ സ്റ്റോക്ക് നമ്മൾ ബാക്കി അരിക്ക് വേണ്ട വെള്ളമായിട്ട് അളന്നിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളവും ബീഫും മാറ്റിയതിന് ശേഷം ആ സെയിം കുക്കറിൽ തന്നെ നമുക്ക് അരി ഇടാം. അരി ഇട്ടതിന് ശേഷം ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നാണ് കേട്ടോ കണക്കെടുത്തിരിക്കുന്നത്. വെള്ളം അളന്ന് ഒഴിച്ചതിന് ശേഷം അതിലോട്ട് പച്ചമുളക് ഇടാം. എന്നിട്ട് ഉണക്കനാരങ്ങ ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ അതിന് പകരം ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ ആയാലും മതി. അതിട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ മാറ്റി വെച്ച ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വേണം നമുക്ക് വിസിൽ വരുത്താനായിട്ട്. ഒറ്റ വിസിലിന് തന്നെ ചോറ് വെന്ത് കിട്ടും. ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ബീഫാണെങ്കിലും ചോറാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.